വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദ്ധിതനായ കർത്താവിൻ്റെ എല്ലാ സമാധാനവും കൃപയും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധാനം ചെയ്ത ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വാഗ്ദാനം ചെയ്തത് സമാധാനമാണ്. ഈശോ തൻ്റെ പീഡാസഹനത്തിന് മുമ്പ് ഈശോയുടെ വേർപാടിനെക്കുറിച്ച് അസ്വസ്ഥരായിരുന്ന ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നത് പോലെയല്ല, ഒരിക്കലും നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത സമാധാനം. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ നിറയുമ്പോൾ ഈശോയുടെ സമാധാനമാണ് നമ്മുടെ ആശ്വാസം. അതുകൊണ്ട് ആ സമാധാനം ഇന്ന് നമ്മൾ നിറയുക. പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയിലൂടെ സമാധാനത്തിൻ്റെ ഉറവിടമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതകളിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിൽ, ദൈവസ്നേഹത്തിൽ, ദൈവാനുഭവത്തിൽ സമാധാനം കണ്ടെത്തുവാനുള്ളൊരു വലിയൊരു അഭിഷേകം നമുക്ക് തരട്ടെ. അതിനുവേണ്ടി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ അസ്വസ്ഥതകളൊക്കെ തമ്പുരാൻ്റെ കയ്യിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് വ്യക്തിപരമായി കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈശോയെ, അങ്ങ് സമാധാനം ഞങ്ങൾക്ക് തരണമേ. സമാധാനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണമേ. വചനം കേൾക്കുവാൻ തക്കവിധമുള്ള ഒരു സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മാവിൻ്റെ ശക്തി, അത്യുന്നതമായ അഭിഷേക ശക്തി ഞങ്ങൾ ഓരോരുത്തരിലേക്കും നൽകണമേ. പരിശുദ്ധി അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനത്തിൻ്റെ അഗ്നി ഞങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾ ജ്വലിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലെ 20-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ ഉദ്ധിതനായ മിശിഹ മറിയം മഗ്ദലനായിക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം, അതായത് ഈസ്റ്ററിൻ്റെ ദിവസം വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവർക്ക് സമാധാനം ആശംസിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കതകടച്ച അവസ്ഥയിൽ ഈശോ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ രൂപഭാവങ്ങൾക്ക് മാറ്റമുണ്ടായി. അതുവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭൗതിക ശരീരത്തോടു കൂടിയ ഈശോയല്ല, ആത്മീയ ശരീരത്തോടു കൂടിയ ഈശോയാണ് ഉദ്ധിതനായ കർത്താവ്. പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ ആത്മീയ ശരീരത്തെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലേ? ആ ഭാഗം നമ്മൾ ഓർമ്മിക്കണം. ഭൗതികതയിൽ വിതയ്ക്കപ്പെടുന്നു, ആത്മീയതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആത്മീയമായ ഉദ്ധിതനായ കർത്താവിന് കതകടച്ചിരിക്കുമ്പോഴും അവിടെ വരാം. അവൻ സമയത്തിനും കാലത്തിനും ഒക്കെ അതീതനാണ്. എവിടെയും വരാം. ഉദ്ധിതനായ കർത്താവിന് എവിടെയും വരാം, കതകടച്ചിരിക്കുന്നിടത്തും വരാം. പഠിക്കണം, മനസ്സിലാക്കണം. അവൻ കാലങ്ങളെയും മേഘങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് എവിടെയും ഏത് ചക്രവാളങ്ങൾക്കപ്പുറത്തും എത്താൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവ്. ഈ ബോധ്യം നമുക്കുണ്ടാവണം. അപ്പോൾ ഇതാ, സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹ ഉദ്ധിതനായ കർത്താവ് നവ്യമായ ഒരു ശരീരത്തോടുകൂടി ആത്മീയമായ സാന്നിധ്യമായി ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഈശോ വന്ന് നിൽക്കുന്നു. അസ്വസ്ഥരായ ശിഷ്യന്മാരാണ് കതകടച്ച് ഭയപ്പെട്ടിരുന്നത്. കാരണം ഈശോയുടെ വേർപാടാണ് അവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. ഈശോയുടെ പീഡാസഹനം, കുരിശുമരണം. എന്നാൽ വേർപെട്ടുപോയി എന്ന് കരുതിയിരുന്ന ഈശോയാണ് അവിടെ തിരിച്ചു വന്നുകൊണ്ട് അവർക്ക് സമാധാനം ആശംസിക്കുന്നത്.
അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിലും പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ഈശോ നമ്മളെ കൈവിട്ടോ എന്ന് തോന്നുമ്പോൾ, അവൻ്റെ വേർപാടിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അവൻ നമ്മുടെ അടുക്കിലേക്ക് തിരിച്ചു വരും, സമാധാനം ആശംസിച്ചുകൊണ്ട്, സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ അസ്വസ്ഥതകളിൽ കടന്നു വരുന്ന നമ്മുടെ മധ്യേ നിൽക്കുന്നൊരു കർത്താവുണ്ട്. അവൻ്റെ സ്വരം കേൾക്കണം. അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ഒന്നാമത്തെ സൂചന ഇതാണ്: നിങ്ങൾ അസ്വസ്ഥരാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഞാൻ ഈ അസ്വസ്ഥത മാറ്റുന്ന സമാധാനം ആശംസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവരെ തൻ്റെ കൈകാലുകളും പാർശ്വവും കാണിച്ചു കൊടുത്തു. അതെന്തിനായിരുന്നു? പീഡയേറ്റ കർത്താവ് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് അവർക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ്. സഹനത്തിലൂടെ താൻ മഹത്വം പ്രാപിച്ചുവെന്നും നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം, മനുഷ്യവംശത്തോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം, തൻ്റെ മുറിവിൻ്റെ പാടുകൾ, അത് തൻ്റെ ആത്മീയ ശരീരത്തിലും കാണിച്ചു കൊടുത്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവൻ തന്നെയാണ് ഉയർപ്പിക്കപ്പെട്ടത് എന്ന് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഉദ്ധിതനായ കർത്താവ് താൻ ക്രൂശിതൻ കൂടിയാണ്, പീഡിതനാണ്. പീഡനത്തിന്, ക്രൂശുമരണത്തിന് ശേഷമുള്ളതാണ് ഉത്ഥാനം. ക്രൂശിക്കപ്പെടുന്നവർക്ക്, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഉത്ഥാനത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ കഴിയൂ എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. മൂന്നാമത്തെ കാര്യം അവരോട് പറയുന്നത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇതൊരു തുടർച്ചയാണ്. പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് ഈശോ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയാണ്. എന്നെ അയച്ചവൻ എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. ഞാൻ എപ്പോഴും അവൻ പറയുന്നതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈശോ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് തന്നെക്കുറിച്ച് തന്നെ ഒരു ബോധ്യമുണ്ടായിരുന്നു. ഞാൻ അയക്കപ്പെട്ടവനാണ്, പിതാവിൻ്റെ ദൂതനാണ്, പിതാവിൻ്റെ അപ്പസ്തോലനാണ്, അല്ലെങ്കിൽ പിതാവിൻ്റെ അയക്കപ്പെട്ട മിശിഹായാണ് ഞാൻ. എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു ഞാൻ 33 വർഷക്കാലത്തെ ഈ ഐഹിക ജീവിതം കൊണ്ട്. ഇനി എനിക്കേൽപ്പിക്കപ്പെട്ടിരുന്ന ഈ ദൗത്യം തുടരേണ്ടത് നിങ്ങളാണ്. അപ്പസ്തോലന്മാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, സഭാ കൂട്ടായ്മയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഉണ്ടായിരുന്ന ദൗത്യം, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇനി തുടരേണ്ടത് നിങ്ങളാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ സഭയാണ്. ഞാൻ അയക്കപ്പെട്ടവനാണ്, എന്നെ അയച്ചവൻ എന്നെ അയച്ചുവെങ്കിൽ ഇതാ ഞാൻ നിങ്ങളെ അയക്കുന്നു. റിലേക്ക് ബാറ്റൺ കൈമാറുന്നത് പോലെ സഭയ്ക്ക് രക്ഷാകര ദൗത്യം ഈശോ കൈമാറുകയാണ്. സഭയിലേക്ക്, അപ്പസ്തോല ഗണത്തിലേക്ക് ഈ ദൗത്യം ഈശോ കൈമാറി, അയച്ചു. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, സഭ ഒറ്റയ്ക്കല്ല. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോഴും സഭ പതറേണ്ട കാര്യമില്ല. അയച്ചവൻ കൂടെയുണ്ട്, അയച്ചവൻ കൂടെയുണ്ട്, ഒറ്റയ്ക്ക് വിടില്ല. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് അവൻ കൂടെയുണ്ടായിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അയക്കപ്പെട്ടവരെങ്കിൽ അയച്ചവൻ കൂടെ ഉണ്ടാവും. ആ ബോധ്യം നമുക്കെല്ലാം ഉണ്ടാവണം. അപ്പോൾ ഈ ശിഷ്യന്മാരോട് ഈശോ പറയാണ്, ഞാൻ അയക്കപ്പെട്ടവനാണ്, നിങ്ങളും അയക്കപ്പെടുകയാണ്. അടുത്ത കാര്യം, അവൻ അവരുടെ മേൽ നിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ഇതൊരു പുതുജീവൻ്റെ, പുതിയ വത്സരത്തിൻ്റെ തുടക്കമാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനിലേക്ക് ജീവശ്വാസം ഊതി എന്ന വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദൈവീക ജീവൻ അവൻ നഷ്ടപ്പെടുത്തി പാപം ചെയ്ത്. അത് തിരിച്ചു നൽകുകയാണ് ഇവിടെ. ഈ ദൈവീക ജീവൻ തിരിച്ചു നൽകുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ മേൽ
ഊതിക്കൊണ്ടാണ്, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട്. സഭ കൂട്ടായ്മയിലേക്കാണ്, അവരുടെ മധ്യത്തിൽ നിന്ന് സഭ വഴിയാണ് നിത്യ നവജീവൻ ഇന്ന് ലോകത്തിലേക്ക് നൽകുന്നത് എന്നതിൻ്റെ സൂചനയാണ്. എന്ന് പറഞ്ഞാൽ ജീവശ്വാസം വീണ്ടും നൽകപ്പെടുന്നത്, പുതുജീവൻ നൽകപ്പെടുന്നത് തിരുസഭയിലൂടെയാണ്. സഭയ്ക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് ധ്യാനിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. ദൈവിക ജീവൻ്റെ ഉറവിടമാണ് മാമോദീസ എന്ന കൂദാശ. ഈ മാമോദീസ എന്ന കൂദാശയിലൂടെ സഭയിലെ അംഗമായി മാറുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലേക്കാണ് ഈ ദൈവിക ജീവൻ നൽകപ്പെടുന്നത്. അപ്പോൾ ഈ നിശ്വാസം സൂചിപ്പിക്കുന്നതാണ്. ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ ഈശോ നൽകിയൊരു മാമോദീസയാണ്. അപ്പോസ്തലന്മാരുടെ മാമോദീസ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെ രണ്ട് വിധത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ പന്തക്കുസ്ത എന്നും പറഞ്ഞാൽ യോഹന്നാൻ സുവിശേഷത്തിലെ പന്തക്കുസ്ത അനുഭവം, അപ്പോസ്തലന്മാരുടെ ജ്ഞാനസ്നാനമെന്നും. മാമോദീസയുടെ പ്രതീകമായിട്ട്, തിരുസഭയിലൂടെ നൽകപ്പെടുന്ന ദൈവിക ജീവൻ്റെ അടയാളമായിട്ട് ഈ നിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ നിശ്വാസത്തിലൂടെ ദൈവിക ജീവൻ നൽകുക മാത്രമല്ല, ദൈവിക അധികാരം കൂടി അവിടെ നൽകുകയാണ്. എന്താണ് ദൈവിക അധികാരം? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാനുള്ള അധികാരമുള്ളത്? ഇപ്പോൾ പാപമോചന അധികാരം ദൈവം തിരുസഭയ്ക്ക് നൽകപ്പെടുകയാണ്. തിരുസഭയിലേക്ക് അധികാരം പകർന്നു നൽകപ്പെട്ടു. സഭയാണ് ഇനി ഈ അധികാരം പരികർമ്മം ചെയ്യേണ്ടത്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷകൻ ഈശോയെ അവതരിപ്പിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ്. ഈശോയുടെ ദൗത്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പാപം നീക്കുക എന്നതാണ്. ഈ ലോകത്തിൻ്റെ പാപം നീക്കുക എന്ന ദൗത്യം ഈശോ ശിഷ്യ സമൂഹത്തിലൂടെ തുടരുകയാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഇത് തുടരുകയാണ്. ഈശോയുടെ ദൗത്യം, ലോകത്തിൻ്റെ പാപം നീക്കുക എന്ന ദൗത്യം തിരുസഭയിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ കുരിശിൽ ക്രൂശിതനായി മരിച്ച ഈശോയുടെ ബലിയോട് ചേർത്തല്ലേ നമ്മൾ അർപ്പിക്കുന്നത്. സഭ നൽകുന്ന ഈ ലോകത്തിന് സഭയിലൂടെ നൽകപ്പെടുന്ന വിശുദ്ധീകരണമാണ് വിശുദ്ധ കുർബാന. ഓരോ കൂദാശകളും പാപമോചനത്തിൻ്റെ അടയാളങ്ങളാണ്, പ്രത്യേകിച്ച് കുമ്പസാരവും വിശുദ്ധ കുർബാനയുമൊക്കെ. ഇപ്പം ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന തിന്മകളെ, പാപത്തെ നീക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പ്രകടമാകുന്നത് തിരുസഭയിലൂടെയാണ്. അതുകൊണ്ടാണ് സഭയ്ക്കെതിരെ തിന്മയുടെ ശക്തി ഇത്രത്തോളം ആഞ്ഞടിക്കുന്നത്. കാരണം തിന്മയുടെ തല തകർക്കുന്ന ശുശ്രൂഷകളാണ് ഓരോ നിമിഷവും തിരുസഭ പരികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല. വിശുദ്ധ കുർബാനയിൽ വൈദിക രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ലോകം മുഴുവൻ്റെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഈ കുർബാന അർപ്പിക്കുന്നുവെന്ന്, ലോകം മുഴുവൻ്റെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ജനം പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ അധികാരവും ഉദ്ധിതനായ മിശിഹ തിരുസഭയിലേക്ക് നൽകിയിരിക്കുകയാണ്.
ദൈവിക ജീവൻ്റെ ഉറവിടമായ മാമോദീസായും ദൈവിക അധികാരത്തിൻ്റെ ഉറവിടമായ കുമ്പസാരവും വിശുദ്ധ കുർബാനയുമൊക്കെ തിരുസഭയിലൂടെ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ ഈ ലോകത്തിന് മുഴുവൻ വിശുദ്ധീകരണത്തിൻ്റെ മാർഗമായി അത് പരിണമിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ശിഷ്യന്മാരുടെ മധ്യയിൽ നിന്ന് ഈശോ പോകുന്നില്ല. അവൻ അപ്രത്യക്ഷനായി എന്ന് അവിടെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. അവൻ തുടരുകയാണ് ദൗത്യം. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവ് ഈ ദൗത്യം അവരിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരിൽ നിന്ന് അപ്രത്യക്ഷനായി എന്ന് സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. നമ്മൾ ധ്യാനിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മളുടെ 7 കാര്യങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്, ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കഥ കടച്ചിരിക്കെ ഈശോ പ്രത്യക്ഷനായി അവൻ്റെ ആത്മീയ ശരീരത്തോടുകൂടി. ഉദ്ധിതനായ കർത്താവിൻ്റെ നവരൂപം. രണ്ടാമത്തത്, അസ്വസ്ഥപ്പെട്ടിരുന്നവർക്ക് അവൻ സമാധാനം ആശംസിച്ചു കൊണ്ടുവന്നു. അവൻ്റെ സാന്നിധ്യം സമാധാനത്തിൻ്റെ സാന്നിധ്യമാണ്. മൂന്നാമതായി, അവൻ്റെ കൈകളും പാർശ്വവും കാണിച്ചുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവൻ തന്നെയാണ് ഉയർപ്പിക്കപ്പെട്ടവനെന്ന് തെളിയിച്ചു കൊടുത്തു. സഹനത്തിൻ്റെ അടയാളം, വേദനയുടെ അടയാളം, രക്ഷയുടെ അടയാളം ശിഷ്യന്മാർക്ക് അവൻ കാണിച്ചു കൊടുത്തു. നാലാമതായി, താൻ അയക്കപ്പെട്ടവനാണെങ്കിൽ തൻ്റെ ദൗത്യം ഇനിയും തുടരാൻ അയക്കപ്പെടുന്നവരാണ് ശിഷ്യന്മാരെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്കും തൻ്റെ ദൗത്യം പകർന്നു കൊടുത്തു. അഞ്ചാമതായി, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവർക്ക് ദൈവീക ജീവൻ വീണ്ടും നൽകി. മാത്രമല്ല, അവരോട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവീക ജീവൻ്റെ അടയാളമായി, ഉറവിടമായി മാമോദീസ എന്ന കൂദാശ, അതിൻ്റെ പൂർണ്ണത അപ്പസ്തോലന്മാർക്ക് അനുഭവിക്കുവാൻ ആ വേദി അവിടുന്ന് ഉപയോഗിച്ചു. നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിലുള്ളൊരു സ്നാനം, അതിൽ തുടക്കം കുറിക്കുകയാണ് അവിടെ. ആറാമതായി, പാപമോചനത്തിൻ്റെ അധികാരം, ദൈവത്തിന് മാത്രമുള്ള അധികാരം അപ്പസ്തോലന്മാർക്ക് നൽകിക്കൊണ്ട് തിരുസഭ ഇന്ന് ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ തുടർച്ചയാണെന്നും ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ മിശിഹായുടെ തുടർച്ചയാണ് തിരുസഭ ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൽ കൂദാശകളിലൂടെ, ദൈവവചനത്തിലൂടെ ഈ വിശുദ്ധീകരണ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനമായി, ശിഷ്യരുടെ മധ്യേ തന്നെ നിലകൊള്ളുന്നൊരു കർത്താവ്, അപ്രത്യക്ഷനാകാത്ത കർത്താവ് അവരുടെ മധ്യേ നിന്നുകൊണ്ട് ഇന്നും പ്രവർത്തിക്കുന്നു. സഭയിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം ഇന്നുമുണ്ട്. ആ രക്ഷാകര ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും വിട്ടുമാറാത്ത സാന്നിധ്യമായി ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ കൂടെയുണ്ട്, തിരുസഭയിലുണ്ട്. ഈ സഭ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷം നമ്മൾ അനുഭവിക്കേണ്ടത്. പ്രധാനമായും നമുക്കറിയാം, സഭയിൽ 4 കാര്യങ്ങളാണ് ആദിമസഭയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമൊരിക്കൽ, പ്രാർത്ഥന. ഇവയിൽ അവർ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഇത് വിശ്വാസത്തിൻ്റെ 4 തലങ്ങളാണ്. വിശ്വാസ പ്രബോധനം, വിശ്വാസത്തിൻ്റെ ജീവിതം, വിശ്വാസത്തിൻ്റെ ആഘോഷം, വിശ്വാസത്തിൻ്റെ പ്രകാശനം. അപ്പോൾ വിശ്വാസ പ്രബോധനം എന്ന് പറയുന്നത്
അപ്പസ്തോലന്മാരിലൂടെ, അവരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ, സഭാപ്രബോധനങ്ങളിലൂടെ കാലോചിതമായി, കാലാനുസൃതമായി നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസ പ്രബോധനം ഒന്നാമതായി. രണ്ടാമതായി വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. അത് കൂട്ടായ്മയാണ്. കൂട്ടായ്മയിലാണ് വിശ്വാസം ജീവിക്കുന്നത്. സഭാ കൂട്ടായ്മകളിലാണ്. വിവിധങ്ങളായ വ്യക്തി സഭകളുണ്ട്. ആ സഭകളുടെ കൂട്ടായ്മയിൽ, ഒരു ഇടവകയുടെ കൂട്ടായ്മയിൽ, കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ, അത് വിശ്വാസത്തിൻ്റെ സമൂഹം മാത്രമല്ല, അത് പങ്കുവയ്ക്കുന്നൊരു സമൂഹമാണ്. അതാണ് കൂട്ടായ്മയുടെ അടയാളം. അത് പരസ്പരം പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയാണ്. അത് പരസ്പരം സ്നേഹിക്കുന്ന കൂട്ടായ്മയാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത്. മൂന്നാമതായി വിശ്വാസത്തിൻ്റെ ആഘോഷം. അത് അപ്പമൊരിക്കൽ ശുശ്രൂഷയിലൂടെയാണ് വിശ്വാസം ആഘോഷിക്കുന്നത്. വിശുദ്ധ കുർബാന, ദ സെലിബ്രേഷൻ ഓഫ് ഡിവൈൻ ലിറ്റർജി. ഈശോയുടെ രക്ഷാകര അനുഭവങ്ങളെ നമ്മൾ ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിലൂടെ രക്ഷയുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. ഈ ആഘോഷത്തിലേക്ക് നമ്മൾ കടന്നു വരണം. രക്ഷാകരമായൊരാഘോഷം. അതാണ് വിശുദ്ധ കുർബാന അർപ്പണമൊക്കെ. ആ കൂട്ടായ്മയിൽ, ഇടവകയിൽ ഒന്നു ചേർന്ന് ഇത് ആഘോഷിക്കുമ്പോൾ അതിനർത്ഥം കൂടുതലുണ്ട്. പിന്നെ വിശ്വാസത്തിൻ്റെ പ്രകാശനം, അത് നമ്മുടെ പ്രാർത്ഥനകളാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ വിശ്വാസ പ്രകാശനമാണ്. അപ്പം ഈ 4 കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെ പ്രബോധനം, വിശ്വാസത്തിൻ്റെ ജീവിതം, വിശ്വാസത്തിൻ്റെ ആഘോഷം, വിശ്വാസത്തിൻ്റെ പ്രകാശനം, ഇത് 4 കൂടെ ചേരുമ്പോഴാണ് ഒരു സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയായി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. ഇതിനകത്ത് പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ അത് തിരുത്തുവാനായിട്ട് കൂദാശകൾ നമുക്ക് നൽകപ്പെടുന്നു. പാവമോചനം നൽകപ്പെടുന്നു. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മനുഷ്യ സഹജമാണ്. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ, മാനസാന്തരത്തിൻ്റെ അനുഭവമായ കുമ്പസാരത്തിലൂടെ കർത്താവിലേക്ക് മടങ്ങി വരുമ്പോൾ, അവിടെ ഇതൊരു പ്രാർത്ഥിക്കുന്ന സമൂഹമായി, ഇതൊരു വിശുദ്ധരുടെ കൂട്ടായ്മയായി, ഇതൊരു വിശ്വാസികളുടെ സമൂഹമായി മാറുകയാണ്. അങ്ങനെ ഉദ്ധിതനായ കർത്താവിനെ തിരുസഭയിലൂടെ ഇന്നും അനുഭവിക്കുവാനും ലോകത്തിന് പകർന്നു കൊടുക്കുവാനും നമുക്കിടയാകട്ടെ. ആ ഒരു വലിയ ഉത്തരവാദിത്വമാണ് കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്നത്. സഭയിലെ മക്കളെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ആ ഉത്തരവാദിത്വമുണ്ട്. നമ്മളിലൂടെ ഈ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ നവജീവൻ, അവൻ്റെ അഭിഷേകം പകർന്നു നൽകുവാനും അത് അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാനും ഈ ഒരു വലിയ അഭിഷേകത്തിനായി നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം ഈ വചനത്തിന് ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ഗുരുവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ അവിടെ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്വർഗത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ബുദ്ധിതനായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ മധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷനായിട്ടില്ല. അവൻ ശിഷ്യന്മാരുടെ മധ്യത്തിൽ കടന്നു വന്നുകൊണ്ട് അവരുടെ മേൽ വിശ്വസിച്ച് അവർക്ക് നവജീവൻ നൽകി, അവർക്ക് പാപമോചന അധികാരം നൽകി, അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇന്നും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ, സ്തുതി ദൈവമേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ